blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ സാമ്പത്തിക സഹകാരിക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വട്ടേക്കുന്നിൽ നിന്നുള്ള രാജു കേക്കും ഏലിയാമ്മ രാജുവിനുമായി പ്രാർത്ഥിക്കുന്നവരുടെ 35ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇന്നവർ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഇരുവരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ വിവാഹത്തെ, കുടുംബജീവിതത്തെ തുടർന്നും കർത്താവ് അനുഗ്രഹിക്കണമേ. സകല രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ഇരുവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോയമ്പത്തൂർ മാർച്ച് 4 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. മീനാക്ഷി ഹാൾ, അവനാശി റോഡ്, പാപ്പനക്കൻ പാളയം, കോയമ്പത്തൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് സാജു എന്നാണ്. തനിക്ക് സ്വന്തമായൊരു ബേക്കറി താൻ നടത്തുന്നുണ്ട്. അതുമൂലം തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഒരു ജോലിയാണ്. ബേക്കറിയിൽ എപ്പോഴും നിന്ന് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് 12 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രയാസമുണ്ടായിരുന്നു. കാലുകളിൽ വെരിക്കോസ് വെയിൻ്റെ പ്രയാസമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ മുറിവ് ആ കാലുകളിൽ വന്ന് ബ്ലഡെല്ലാം ഇങ്ങനെ പോകുമായിരുന്നു. ഈ വെരിക്കോസ് വെയിൻ്റെ വേദനയുമായിട്ട് വർഷങ്ങളോളം താൻ മരുന്നും പലതും മാറി മാറി ചെയ്തു. ഇത് സൗഖ്യമാകാതെ ഈ വേദനയും സഹിച്ചുകൊണ്ടാണ് താൻ ബേക്കറിയിലെ ജോലികളൊക്കെ താൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 ആരംഭ നാളുകളിൽ നമ്മൾ കുന്നംകുളത്ത് ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നമ്മുടെ ലോട്ടസ് പാലസിൽ വെച്ചപ്പോൾ അന്ന് ഈ ബ്രദർ അവിടെ വന്നിരുന്നു. ഈ ബ്രദർ പറഞ്ഞത് എങ്ങനെയാണ്, അന്ന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകിച്ച് വെരിക്കോസ് വെയിനുള്ളവർ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജനറലായി ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്
ജനറൽ പ്രെയറിൽ ബ്രദർ അങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് താൻ അത് ഏറ്റെടുത്തു. അതുകൂടാതെ പ്രെയർ റിക്വസ്റ്റ് എഴുതി കൊടുക്കുന്ന സമയത്ത്, പ്രാർത്ഥനാ വിഷയം എഴുതി കൊടുക്കുന്ന സമയത്തും കൂടെ ഇദ്ദേഹം തൻ്റെ വെരിക്കോസ് വെയിൻ സൗഖ്യമാകുവാൻ വേണ്ടി എഴുതി പ്രാർത്ഥിച്ചു. ഈ ബ്രദർ പറയുന്നത് ഇങ്ങനെയാണ്, ആ മീറ്റിംഗ് കഴിഞ്ഞ് അന്നൊന്നും വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ തുടർമാനമായി ഓരോ ദിവസം കഴിയും തോറും തൻ്റെ കാലിലെ മുറിവ് ഉണങ്ങി ഇന്ന് വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രയാസവും ഇല്ലാതെയാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നത്. തൻ്റെ കാലുകൾ കണ്ടാൽ എന്നെ കാണിച്ചു തന്നു, വലിയ രീതിയിലുള്ള ഒരു പാട് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. കാണിക്കാമോ? വിരോധമില്ലെങ്കിൽ. ഓക്കെ, ഒരു പാട് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, 12 വർഷമായി. 12 വർഷമായി ഇത് സഹിക്കുന്നു. ഹല്ലേലൂയ. കൈകളുയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, അങ്ങ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മരണം നിൽക്കുമ്പോൾ അതിനെ വരെ ജയിച്ച കർത്താവേ, ഈ സഹോദരന് കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് കൈകളെ ഉയർത്തി യേശുവിന് നന്ദി പറയുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഈ സാക്ഷ്യം കാണുന്നവരുടെ മേൽ പകരുന്നു. അവരും സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ സ്വീകരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. In a way, it is not God who decides that you should go to hell or heaven. It is you who decide whether you should go to hell or heaven. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്നുള്ളത് ദൈവം തമ്പുരാൻ അല്ല യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ നരകവും തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. Hallelujah. Hallelujah. The choice is yours. ആ തീരുമാനം നിങ്ങളുടേതാണ്. Now, after that statement or after that confession, even today, every day, almost every day, I confess that Jesus is my Lord. ഓർക്കുക, അന്ന് 30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നടത്തിയ ആ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന് ശേഷം ഓരോ ദിവസവും തന്നെ ഇന്നും ഞാൻ യേശു എൻ്റെ കർത്താവത്രേ എന്ന് ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. Hallelujah. Hallelujah. The first confession itself, I received eternal life. ഓർക്കുക, എൻ്റെ ആദ്യത്തെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിൽ തന്നെ എനിക്ക് നിത്യജീവൻ ലഭിച്ചു. But I keep on doing that. എന്നാൽ ഞാൻ അത് ചെയ്തുകൊണ്ടേ ഓരോ ദിവസം To ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, proclaim my faith. ഞാൻ എൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, Verse number 10 says, 10ാമത്തെ വചനം പറയുന്നു, for it is with your heart that you believe and are justified, and it is with your mouth that you profess your faith and are saved. അവിടെ എഴുതിയിരിക്കുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. So it is a must that you have to confess your faith. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു, നാം ചെയ്യേണ്ട നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ്. Verse number 11, as the scripture says, anyone who believes in him will never be put to shame. 11ാമത്തെ വചനം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. I want to say it again, anyone who believes in him will never be put to shame. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, ബൈബിൾ വചനങ്ങൾ അറിയാവുന്നവർ ചേർന്ന് പറയുക, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. Hallelujah. Hallelujah. In the beginning days, sometimes you'll be wavering in your faith. നിങ്ങളുടെ ആദ്യ സമയങ്ങളിൽ ഒരുപക്ഷെ വിശ്വാസത്തിൽ നിങ്ങൾ അല്പം ചഞ്ചലിച്ചു പോയേക്കാം. But as you go ahead, എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, if you keep on confessing your faith, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, you will see things getting changed. എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. So you have to keep up the faith. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ നിലനിർത്തുക. I want to say this once again. In the beginning, sometimes you may be facing a lot of hindrances and oppositions, but later God will start
honoring you, and you will be the head and not the tail. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. വിശ്വാസത്തിന്റെ ചുവടുകൾ എടുത്തു വെക്കുന്ന ആദ്യ നാളുകളിൽ ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ മാനിച്ചുയർത്തുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ വാലല്ല, നീ തലയായിരിക്കും. I am speaking from my experience. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പങ്കുവെക്കുന്നത്. Sometimes you may think that things are going in the opposite direction. നിങ്ങൾ ഒരു പക്ഷേ ചില സമയത്ത് ചിന്തിക്കും കാര്യങ്ങളൊക്കെ വിപരീത ദിശയിലേക്കാണല്ലോ പോകുന്നത്. But keep on confessing your faith. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നതിൽ ഒരു മുടക്കവും വരുത്തരുത്. It's not only for salvation, for anything that you want to receive from the Lord, you have to confess your faith. ഓർക്കുക, രക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, കർത്താവിൽ നിന്ന് നാം പ്രാപിക്കുന്ന ഏതൊരു കാര്യത്തിനു വേണ്ടിയും നാം വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തേണ്ടതായിട്ടുണ്ട്. In other words, it's not enough that you believe in your heart for anything, but you have to confess with your faith. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആത്മീക കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുക വേണം. For example, healing prayer is going on. ഉദാഹരണമായിട്ട് ഒരു രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥന The നടക്കുകയാണ്. Holy Spirit is moving. പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Many healings are being called out. ഒത്തിരി രോഗസൗഖ്യങ്ങൾ വിളിച്ചു പറയപ്പെടുന്നു. You want some healing. നിങ്ങൾക്കും അല്പ രോഗസൗഖ്യം You are വേണം. sick in your body. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്. You believe in your heart that Jesus is the healer. യേശു കർത്താവ് രോഗസൗഖ്യം നൽകുന്നവനാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. That's not enough. എന്നാൽ അത് മാത്രം പോരാ. You have to use your tongue to say that because of Jesus I am healed, so that healing will come into your body. ഓർക്കുക, നിങ്ങളുടെ വായ തുറന്നിട്ട് യേശു ക്രിസ്തു നിമിത്തമായിട്ട്, അവന്റെ സൗഖ്യം നിമിത്തമായി ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴാണ് രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വരുന്നത്. Hallelujah. ഹല്ലേലൂയ. Just thinking and believing and feeling is not enough. അതുകൊണ്ട് ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും അനുഭവങ്ങളും മാത്രം പോരാ. I will prove that. ഞാനത് തെളിയിക്കാം. In the beginning was God. ആദിയിൽ ദൈവമുണ്ടായിരുന്നു. And in the beginning was the Word. ആദിയിൽ വചനമുണ്ടായിരുന്നു. And when we come to the book of Genesis, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ there was darkness everywhere. എല്ലായിടത്തും There was അന്ധകാരമായിരുന്നു. nothingness everywhere. എല്ലായിടത്തും ശൂന്യത മാത്രമായിരുന്നു. And then the Bible says God spoke something. First God said, let there be light. എന്നിട്ട് ബൈബിൾ അവിടെ പറയുന്നു, ദൈവം അവിടെ സംസാരിച്ചു. ദൈവം ആദ്യം സംസാരിച്ചത് വെളിച്ചം ഉണ്ടാകട്ടെ. And the Bible says there was light. ആ ബൈബിൾ പറയുന്നു അങ്ങനെ വെളിച്ചം ഉണ്ടായി. So what is the principle here? അവിടുത്തെ തത്വം എന്താണ്? Nothing happened in this world until God spoke. ഓർക്കുക, ദൈവം സംസാരിക്കുന്നത് വരെയും ഒന്നും ഈ ലോകത്ത് സംഭവിച്ചില്ല. Say it again. ദൈവം സംസാരിക്കുന്നത് വരെയും ഒന്നും ഈ ലോകത്ത് സംഭവിച്ചില്ല. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, ദൈവം സംസാരിക്കുന്നത് വരെ ലോകത്തിൽ ഒന്നും സംഭവിച്ചില്ല. ദൈവം സംസാരിക്കുന്നത് വരെ ലോകത്തിൽ ഒന്നും സംഭവിച്ചില്ല. The Bible does not say that God thought that there would be light. ആ ബൈബിൾ ഒരിക്കലും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന കാര്യം ദൈവം ചിന്തിച്ചു എന്ന് എഴുതിയിട്ടില്ല. The Bible does not say that God believed that there would be light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന കാര്യം ദൈവം വിശ്വസിച്ചു എന്ന് ബൈബിളിൽ ഒരിക്കലും കാണുന്നില്ല. But the Bible says God spoke and commanded that there would be light. എന്നാൽ പകരം അവിടെ കാണുന്നു, ദൈവം കൽപ്പിച്ചു, ദൈവം സംസാരിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. Hallelujah. Hallelujah. I will tell you who is a right believer. ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. It is not a person who believes everything in the heart. എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരുവനല്ല യഥാർത്ഥ വിശ്വാസി. But a believer, the real believer, a true believer is a person who believes in the heart and speaks with his mouth. ഓർക്കുക, ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് ഹൃദയത്തിൽ സകല കാര്യങ്ങളെ വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന കാര്യങ്ങളെ പറയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ചങ്കൂറ്റമുള്ള വിശ്വാസി. Are there any such believers in here? അങ്ങനെയുള്ള വിശ്വാസികൾ ബ്ലെസ്സിംഗ് സെന്ററിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ. Hallelujah. Hallelujah. Always remember, എല്ലായ്പ്പോഴും God spoke
and something happened. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ദൈവം ചിലത് സംസാരിച്ചു, അപ്പോൾ ചിലത് ഉളവായി. We are not supposed to believe silently. അതുകൊണ്ട് നാം ഒരിക്കലും നിശബ്ദമായി ഇങ്ങനെ വിശ്വസിക്കുന്ന We are not supposed to believe quietly. വളരെ ശാന്തമായി ഇങ്ങനെ വിശ്വസിച്ച് മിണ്ടാതിരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. And you are not supposed to keep the faith inside your heart. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളവരല്ല. But the Bible clearly tells that you have to confess your faith, what you believe. എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നത്, നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. In other words, we should express our faith through speaking it out. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ വാക്കുകളിലൂടെ നാം പുറത്തേക്ക് പ്രതിഫലിപ്പിച്ച് കാണിക്കണം. We should express our faith orally. നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ വിശ്വാസത്തെ നാം പ്രതിഫലിപ്പിക്കണം. Hallelujah. ഹല്ലേലൂയ. Faith believes. വിശ്വാസം വിശ്വസിക്കുന്നു. And faith speaks. വിശ്വാസം സംസാരിക്കുന്നു. Faith commands. വിശ്വാസം കൽപ്പിക്കുന്നു. Faith expects. വിശ്വാസം പ്രതീക്ഷിക്കുന്നു. Faith receives. വിശ്വാസം സ്വീകരിക്കുന്നു. Faith praises. വിശ്വാസം സ്തുതിക്കുന്നു. James chapter 3 verse number 3 to 6. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. When we put bits into the mouths of horses to make them obey us, we can turn the whole animal. കുതിരയെ അനുസരിപ്പിക്കുവാൻ നാം അതിന്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കേ. കുതിരയെ അനുസരിപ്പിക്കുവാൻ. ഏയ്, കുതിരയുടെ കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചു. കുതിരയെ അനുസരിപ്പിക്കാൻ എന്ത് ചെയ്യണം? നാം അതിന്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നു. അതിന്റെ ശരീരത്തെ മൊത്തം തിരിക്കുന്നു. ശരീരം മൊത്തം കയറുകൊണ്ട് കെട്ടി വലിക്കണ്ട, ഇടത്തോട്ട് വലത്തോട്ട്. നോ, അതിന്റെ മുകളിൽ കയറി ഇരുന്ന ശേഷം ഒരു സാധനം പിടിക്കും. അതിന്റെ പേരെന്താ? കടിഞ്ഞാൺ. എല്ലാവരും പറഞ്ഞു കടിഞ്ഞാൺ. കുതിരയ്ക്ക് പോകുമ്പോൾ, കുതിരയുടെ മുകളിൽ കയറി പോകുമ്പോൾ ഈ കടിഞ്ഞാണയിൽ പിടിച്ചാൽ മതി. റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പുള്ള് ചെയ്ത് കൊടുത്താൽ മൊത്തം കുതിരയുടെ ബോഡി എങ്ങോട്ട് തിരിയും? വലത്തേക്ക് തിരിയും. ഇടത്തേക്കാണെങ്കിൽ നിർത്തണമെങ്കിൽ എല്ലാത്തിനും എന്ത് മതി? വായിൽ ഘടിപ്പിച്ചിട്ടുള്ള കടിഞ്ഞാൺ മതി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? Hallelujah. Next verse. Or take ships as an example. Although they are so large and are driven by strong winds, they are steered by a small rudder wherever the pilot wants to go. കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് താൻ ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. So this is the second example. First example is the example of a horse. ഇത് രണ്ടാമത്തെ ഉദാഹരണമാണ്. ആദ്യത്തെ ഉദാഹരണം ആരായിരുന്നു? ഒരു കുതിരയുടെ കാര്യമായിരുന്നു. Second one is the example of a ship. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണം ഇവിടെ ഒരു കപ്പലിന്റെ കാര്യമാണ്. A ship is so huge compared to a small tool called rudder. ഓർക്കുക, അതിന്റെ കപ്പലിലെ ചുക്കാനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ വളരെ വലുതാണ് ഒരു കപ്പൽ എന്നുള്ളത്. But the pilot of the ship turns a little, a rudder he turns a little so that the entire ship will take another direction. എന്നാൽ കപ്പലിന്റെ അമരക്കാരൻ ചുക്കാനൊന്ന് അല്പം തിരിക്കുമ്പോൾ അതിനനുസരിച്ച് ആ വലിയ കപ്പൽ ആകമാനം ആ ദിശയിലേക്ക് തിരികെയാണ്. Likewise, verse number 5, the tongue is a small part of the body, but it makes great boasts. Consider what a great forest is set on fire by a small spark. അഞ്ചാമത്തെ വചനം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമാണെങ്കിലും വൻ കാര്യങ്ങളിൽ വമ്പു പറയുന്നു. ചെറിയ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. So the third example is the example of a small spark that can set a huge forest on fire. മൂന്നാമത്തെ ഉദാഹരണം ഇവിടെ എഴുതിയിരിക്കുന്ന തീയെ കുറിച്ചിട്ടാണ്. ഒരു കൊച്ചു തീ ഒരു വലിയ കാട് കത്തിക്കുന്നതിനെ കുറിച്ച്. Hallelujah. Hallelujah. Verse number 6, the tongue also is a fire, a world of evil among the parts of the body. It corrupts the whole body, sets the whole course of one's life on fire, and
is itself set on fire by hell. 6-ാമത്തെ വചനം, നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിത ചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. The Apostle James is giving us 3 examples to teach us the importance of tongue. ഇവിടെ നോക്ക്, അപ്പസ്തോലനായ യാക്കോബ് ഇവിടെ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി 3 ഉദാഹരണങ്ങളെ നൽകുകയാണ്. What is number 1? എന്തായിരുന്നു ഒന്നാമത്തെ ഉദാഹരണം? Bits in the mouth of a horse. ഒരു കുതിരയുടെ വായ്ക്കകത്തുള്ള കടിഞ്ഞാൺ. Second is the rudder of a great ship. രണ്ടാമത്തെ ഉദാഹരണം കപ്പലിനകത്തുള്ള ചുക്കാൻ. Number 3, a small spark which is able to set a forest on fire. മൂന്നാമത്തെ ഉദാഹരണം ഒരു വലിയ കാടിനെ കത്തിക്കുന്ന ഒരു ചെറിയ തീ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോയമ്പത്തൂർ മാർച്ച് 4 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. മീനാക്ഷി ഹാൾ, അവനാശി റോഡ്, പാപ്പനക്കൻ പാളയം, കോയമ്പത്തൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവ് നിൻ്റെ ആത്മാവ് ഇപ്പോൾ അദൃശ്യമായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നിറകണ്ണുകളോടെ ഒരു വലിയ ദുഃഖത്തോടെ ഒക്കെയുമായിരിക്കുന്ന വ്യക്തികളെ, കണ്ണുനീരിൻ്റെ താഴ്വരകളെ അനുഗ്രഹത്തിൻ്റെ ജലാശയമാക്കി മാറ്റുന്ന കർത്താവെ, അങ്ങിപ്പോൾ തന്നെ സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ആ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി കർത്താവെ നീ അത്ഭുതകരമായ സാമ്പത്തിക വിടുതലിൻ്റെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയെല്ലാം നഷ്ടപ്പെട്ട് ഇന്നൊരു വാടക വീടിലേക്ക് ഒതുങ്ങിപ്പോയ ചില വ്യക്തികളെ വീണ്ടും തിരിച്ച് നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും വിശാലതയിലേക്കും കൊണ്ടുവരാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിൽ തന്നെ വിശ്വസിക്കുക. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ജോലി നഷ്ടപ്പെട്ട പലരെയും കർത്താവ് കാണുന്നു. അത്ഭുതകരമായ അതിനേക്കാൾ നല്ല ജോലി, വരുമാന മാർഗ്ഗങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. കർത്താവ്, നീ അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷം അകത്ത് ചെന്ന്
ഇന്നും പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഉറങ്ങാൻ കഴിയാത്ത ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പൈൽസ് രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുടെ മേൽ കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഒരു മുറിവുണ്ടായി, ഞരമ്പുകൾ കട്ടായിപ്പോയി. പക്ഷെ അതിനുശേഷം ആ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാൽ അവിടെ പ്രവർത്തിച്ചൊരു വിടുതൽ കൊടുക്കണമേ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള പ്രയാസങ്ങൾ, അസിഡിറ്റികൾ, അൾസറുകളൊക്കെ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. HIV പോസിറ്റീവായത് നെഗറ്റീവായി മാറട്ടെ. കർത്താവേ, ഈ സ്ക്രീനിലേക്ക് ഈ സമയത്ത് കൈനീട്ടുന്ന ഓരോ വ്യക്തിയും അങ്ങ് തൊട്ട് സ്പർശിച്ച് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹൃദയം മുഴുവൻ യേശുവിന് വേണ്ടി കൊടുക്കുക. യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിക്കുക. ദൈവവചനമാകുന്ന ബൈബിൾ തുടർച്ചയായി വായിക്കുക. പ്രാർത്ഥനയിൽ മുഴുകുക. ഇതൊരു നല്ലൊരു ഭാവി നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഈ ആഴ്ചയിൽ കോയമ്പത്തൂരും തൃശ്ശൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരികയാണ്. ഫുൾ ടീം 2 സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷമാരി, വിനേഴ്സ് ഫാക്ടറി തുടങ്ങി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ കോപ്പികൾ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർ തീർച്ചയായും സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുക. കർത്താവ് അതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.